നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ക്ഷേത്രമാണ് പിറവത്തിന് സമീപത്തുള്ള കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. കോട്ടയത്തിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്ററും എറണാകുളത്ത് നിന്ന് 45 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്താം. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കണ്ടാൽ തന്നെ ഇതിൻ്റെ പഴക്കം ഊഹിച്ചെടുക്കാൻ സാധിക്കും. കുരുക്ഷേത്ര യുദ്ധം ധനു 1-നായിരുന്നു. 18 ദിവസമാണ് യുദ്ധം നടന്നത്. ഭഗവാന്റെ തന്നെ അരുൾപ്പാടിൽ ഈ 18 ദിവസത്തെ ദർശന പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വിശ്വരൂപത്തിലും മറ്റു ദിവസങ്ങളിൽ സ്ത്രീപുരുഷനായുമാണ് അവതരിക്കുന്നത്. യുദ്ധസമയത്ത് നിസ്സഹായനായി തളർന്നിരുന്ന അർജുനനും വിശ്വരൂപം നൽകി കർമ്മവിഘ്നങ്ങൾ അകറ്റിയതുപോലെ ഈ 18 ദിവസങ്ങളിൽ ഭഗവാനെ ദർശിച്ച് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് പ്രതിസന്ധികൾ അകന്ന് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ജനുവരി 2-നാണ് ഇവിടുത്തെ വിശ്വരൂപ പ്രദർശനം കാണാൻ കഴിയുന്ന ഇത്തവണത്തെ അവസാന ദിവസം. ഓരോ ദിവസവും ഓരോ ഭക്തന്റെ വഴിപാടായാണ് ഭഗവാനെ വിശ്വരൂപത്തിൽ അലങ്കരിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നത്. ഇതുകൂടാതെ കുടുംബ ഐശ്വര്യ പൂജ, അഷ്ടദ്രവ്യ ഹവനം, സന്താന ഭാഗ്യത്തിന് താമരമുട്ടിൽ നെയ് നിറച്ചുള്ള ഹവനം, വിദ്യാഗോപാലാർച്ചന, ധനാഭിവൃദ്ധിക്ക് ആദികൂർമ്മ പൂജ, അന്നദാനം, പാൽപ്പായസം, പഴം, പഞ്ചസാര, വെണ്ണ നിവേദ്യം, കദളിപ്പഴം തുടങ്ങിയ വഴിപാടുകളും നടത്തുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധദിനങ്ങളിൽ 18 ദിവസവും ഭഗവാൻ കഴിച്ചിരുന്നത് പഞ്ചദ്രവ്യങ്ങൾ അടങ്ങിയ ദദ്ധന്യമാണത്രേ. അതുകൊണ്ട് തന്നെ ധനുമാസം 1-ാം തീയതി മുതൽ ഈ 18 ദിവസങ്ങളിൽ മാത്രം ഈ പ്രത്യേക നിവേദ്യം ഭക്തർക്ക് ലഭിക്കുന്നതാണ്. ഈ നിവേദ്യം കഴിച്ചാൽ വർഷം മുഴുവൻ രോഗപ്രതിരോധം സാധ്യമാകും എന്നാണ് വിശ്വാസം.